ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 337. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 10ഉം 11ഉമാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ നമ്മൾ ഉപാസിക്കേണ്ട 3 ദേവതകൾ, യഥാർത്ഥത്തിൽ 3 ദേവതകളാണ്. നിർഗുണമായ ബ്രഹ്മം, ആ ബ്രഹ്മത്തിൽ നിന്നാണ് നമ്മളുമായിട്ട് ഡയറക്റ്റ് ബന്ധം വരുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് 3 ദേവതകളിലാണ് നിൽക്കുന്നത്. നമുക്കറിയാലോ, ഒരു കമ്പ്യൂട്ടറിൽ എന്താണ്, അതിലൊരു 3 എണ്ണം ഉണ്ട്: സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും. സോഫ്റ്റ്വെയറും അതിന് ഓടിക്കുന്നൊരു, അതിന് ജീവൻ നൽകുന്ന ഒരു സംഗതിയും, അല്ല, ഹാർഡ്വെയറും അതിന് ജീവൻ നൽകുന്ന ഒരു സംഗതി, അത് സോഫ്റ്റ്വെയറും. പിന്നെ ഇതിനെല്ലാം ഓടിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു കക്ഷിയുണ്ടല്ലോ, നമ്മളിരുന്നിട്ടാണല്ലോ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ശക്തി. അങ്ങനെ ഒരു 3 സംഗതിയുണ്ട് കമ്പ്യൂട്ടറിലും. അപ്പം ആ തരത്തിൽ തന്നെയാണ് ഇവിടെയും ദേവതകളെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ച് കാണാൻ പോകുന്നത്. അപ്പം ഇതിൽ ആദ്യം 10ൽ എന്താണ് പറയുന്നത് നോക്കാം. കുരുദേശത്തെ ചെടികളെല്ലാം ഇടിമിന്നലെല്ലാം വന്നിട്ട് അങ്ങ് നശിച്ചു പോയി. ഇടി വീണിട്ട് നശിച്ചു പോയി എന്നെല്ലാം പറയും. കഥ പറയുന്ന മാതിരി അങ്ങ് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഉഷസ്ഥി എന്ന ഒരാള് പ്രായപൂർത്തിയാകാതെ ഭാര്യ, അതായത് ഭാര്യയോടൊത്ത് ഭക്ഷണമൊന്നും കിട്ടായികയാൽ വളരെ കഷ്ടപ്പെട്ടു. കാരണം ചെടികളെല്ലാം നശിച്ചു പോയി, പറിച്ച് തിന്നാൻ പറ്റിയൊന്നുമില്ല. അല്ലാതെ ധാന്യങ്ങളൊന്നും അങ്ങനെയുള്ള വാങ്ങി വീട്ടിൽ സംഭരിച്ച് വെച്ച ആ കാലഘട്ടമല്ല, പഴയ കാലഘട്ടമാണ്. അപ്പോൾ ഉണ്ടാകുന്ന പറിച്ച് തിന്നുന്നതായിരിക്കും. അവിടെ ചെടി നശിച്ചു പോയപ്പോൾ എല്ലാം പോയി. ഇടി വീണാൽ എല്ലാം പോയി പോകുമല്ലോ. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ താണതരം ഭക്ഷണം എന്തെല്ലോ എടുത്തു തിന്നുന്ന ഒരു കക്ഷീനെ കണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഇബ്യനോട്. അത് ബിബ്യനോട് ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്നതിൽ കുറച്ച് നമുക്ക് താന്ന്, വിശന്നിട്ട്. അദ്ദേഹം ഒരു സാധാരണമായ കുൽസിതമായ ധാന്യമാണ്, അതായത് വലിയ തിന്നാൻ കൊള്ളാത്ത ഒരു ദരിദ്രവാസിയായിരിക്കും. എന്തെല്ലോ പൊറുക്കി തിന്നിയാണ്. അവരോടാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞ, എൻ്റെ പാത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ധാന്യം മാത്രമേ ഉള്ളൂ, ഞാനെന്താണ് ചെയ്യുക? കാരണം ഇത് തിന്നാൻ പറ്റുന്നതല്ല, നമ്മൾ ഇതും കൊണ്ട് ജീവിതം തള്ളി നീക്കുകയാണ്. അപ്പം ഉഷസ്ഥി പറഞ്ഞു, സാറില്ല, അത് തന്നാൽ മതി, ഞാൻ കഴിച്ചോളാം. അപ്പം അദ്ദേഹം അത് കൊടുത്തു. അത് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ പാത്രത്തിലുള്ള വെള്ളവും കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അനുവാദം, നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതാണെന്നും പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ കുടിക്കില്ല, അത് നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി ഉച്ഛിഷ്ടമാണ്. നിങ്ങൾ കഴിച്ച ഉച്ഛിഷ്ടം, ആ വെള്ളം ഞാൻ കുടിക്കുന്ന എങ്ങനെ? അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈ ധാന്യവും ഞാൻ കഴിച്ച ഉച്ഛിഷ്ടം തന്നെയാണ്, അതെങ്ങനെയാ പിന്നെ നിങ്ങൾ കഴിക്കാൻ പോകുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ്, ധാന്യം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുടിക്കരുത് എന്നുള്ളത് അത് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യം. കുടിക്കണോ കുടിക്കണ്ടേ എന്ന് വെള്ളത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു അധികാരമുണ്ട്. പക്ഷേ ഭക്ഷണം ധാന്യം കഴിക്കാതിരുന്നാൽ ചത്തുപോകും. അതുകൊണ്ട് അത് ശരിയാവില്ല. ധാന്യം, അന്നം. അപ്പം അന്നമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. വെള്ളമില്ലെങ്കിൽ, മറ്റുള്ള സാധനങ്ങളെല്ലാം ഇല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഇഷ്ടത്തിനായ വേണ്ട, കുടിക്കണ്ട,
എന്ന് വെച്ച് ഉച്ഛിഷ്ടമാണ് എന്ന് വെച്ചിട്ട് കുടിക്കാതിരിക്കാം. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അന്നത്തിൻ്റെ കാര്യം, അപ്പം അന്നത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം അന്നമുണ്ട്, നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശക്തിവിശേഷമുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അയാൾ നിലനിൽക്കണ്ടിക്കിൽ അന്നം വേണം. അപ്പം അന്നമുണ്ട്, അന്നത്തിൻ്റെ പ്രാധാന്യം അവിടെ വരുന്നുണ്ട്. നിലനിർത്തുന്ന ഒരു ശക്തിവിശേഷമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ അന്നം കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി പറയുന്ന സംഭവങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലാതെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല, എന്തിനിത് പറഞ്ഞെന്ന് തോന്നും. പക്ഷെ അന്നത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വന്നു. പിന്നെ നിലനിർത്തുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. അന്നം എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ. അന്നം കൊണ്ടാണല്ലോ നമ്മളെല്ലാം ഉണ്ടാക്കുക, ഈ ശരീരമെല്ലാം നിർമ്മിക്കുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ഹാർഡ്വെയറിനാണ് അന്നം എന്ന് പറയേണ്ടത്. പിന്നെ അതിനെ നിലനിർത്തുന്ന ഒരു ശക്തിവിശേഷം, അത് നിലനിർത്തിയേ പറ്റും. അതില്ലെങ്കിൽ പിന്നെ ഈ അന്നം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ശരീരം നിലനിർത്തിയില്ലെങ്കിൽ, ആ ജീവനെ നിലനിർത്തിയില്ലെങ്കിൽ പിന്നെ ഈ അന്നം ഉണ്ടായിട്ട് എന്താ കാര്യം? അന്നത്തിനും കാര്യമില്ല. അപ്പം അന്നത്തെക്കാട്ടിയും മുകളിലൊരു വേറൊരു സാധനമുണ്ട്, ജീവനെ നിലനിർത്തുന്ന ഒരു സംഗതി. അതെന്താണ്? കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനിയുള്ളതും പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അത് ഭക്ഷിച്ചിട്ട്, ഈ ധാന്യം ഭക്ഷിച്ചിട്ട് ബാക്കി അയാൾ കഴിച്ച ബാക്കി മിച്ചം വന്നത് ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പം ഭാര്യയ്ക്ക് അതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് വേറെ കിട്ടിയിരുന്നു, അവർ കൊടുത്തിട്ടുണ്ട്, അതിന് നല്ല. അപ്പം ഭാര്യ അതെല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയ്ക്ക് വിശപ്പൊന്നുമില്ല. എന്നിട്ട് അവളതെന്ത് ചെയ്തു? പൊതിഞ്ഞ് കെട്ടിയിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചു, പിറ്റേത്തെ ദിവസമായിട്ടും കഴിക്കാമല്ലോ എന്ന്. അത് ഇങ്ങേരെ അറിഞ്ഞിട്ടില്ല. ഉഷസ്തി അവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട്, അവിടെയല്ല വീട്ടിൽ പോയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അയ്യോ വിശക്കുന്നു, എന്തെങ്കിലും കഴിച്ചിരുന്നുവെങ്കിൽ എനിക്ക് രാജാവ് അവിടെ ഒരു യാഗം നടത്തുന്നുണ്ട്, ആ യാഗത്ത് പോയാൽ എനിക്കെന്തെങ്കിലും അവിടുത്തെ ഋത്തിക്കുകളുടെ കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് പൈസ കിട്ടുമായിരുന്നു. ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ യാഗം നടത്തുന്ന നമ്മളൊരു യാഗം നടത്താൻ ആൾക്കാരെ വിളിക്കുമല്ലോ, ആ സയൻസ് അറിയുന്ന ആൾക്കല്ലേ യാഗം നടത്താൻ പറ്റും, അതാണ് ഋത്തിക്കുകൾ. അപ്പം നമുക്കിപ്പം നല്ലൊരു ബിരിയാണി ഉണ്ടാക്കണ്ടെങ്കിൽ അത് അറിയുന്ന ആൾ, മേൽനോട്ടം വഹിക്കാൻ ഒരാൾ വേണമല്ലോ, ഉണ്ടാക്കാൻ അറിയുന്ന ആൾ, അതാണ് ഋത്തിക്ക്. ആ സയൻസ് അറിയുന്ന ആൾ, അയാളാണ് നടത്തുക. മറ്റേത് യജമാനന്മാർ, മുകളിലുള്ളവർ. അപ്പം അവരെ കൂട്ടത്തിൽ ഇയാൾ ഉദ്ഗീതെല്ലാം അറിയുന്ന പണ്ഡിതനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങേർക്കും എന്തെങ്കിലും കിട്ടും, ഈ ദാരിദ്ര്യത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ. പക്ഷേ എന്തോ തിന്നാതെ ഇങ്ങനെ പോകുന്ന. അപ്പം ഭാര്യ എന്ത് ചെയ്തു? അതെടുത്ത് കൊടുത്തു. അപ്പം അങ്ങേര് അതും കഴിച്ചിട്ട് യാഗസ്ഥലത്തേക്ക് പോയി. യാഗസ്ഥലത്ത് അവിടെ സ്തുതിക്കുന്നവർ, പ്രസ്താവന നടത്തുന്നവർ, സ്തുതിക്കുന്നവർ, വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവർ, അവർ പ്രസ്താവിക്കും, ഈ യാഗത്തിൽ ഇന്നതാണ് ദേവൻ, ഈ ദേവനെയാണ് ഞാൻ ഇവിടെ യാഗത്തിൽ വെച്ച് ഉപാസിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഉദ്ഗീതത്തിൽ ജ്ഞാനിയായ ഇദ്ദേഹവും കയറിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഇരുന്നു. എന്നിട്ട് പ്രസ്തോതാവിനോട് അദ്ദേഹം പറഞ്ഞു, പ്രസ്തോതാവ് എന്ന് പറഞ്ഞാൽ അവിടെ മേൽനോട്ടം വഹിക്കാനിരിക്കുന്ന ഋത്തിക്കിൻ്റെ സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് ഇന്ന ദേവനെയാണ് ഉപാസിക്കുന്നത്. ദേവന്മാരെയല്ലേ സ്തുതിക്കുക. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ യജ്ഞം ഏതിനെ അടിസ്ഥാനമാക്കിയാണോ ചെയ്യുന്നത് അത്. ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവന്മാരാണ്. ചോറ് വെക്കുമ്പോൾ അവിടെയുള്ള ദേവൻ അരിയും വെള്ളവും എല്ലാം തന്നെയാണ്. അപ്പം അതിനെയാണ് സ്തുതിക്കുന്നത്. നിന്നെ ഞാൻ അരിയും വെള്ളവും ഉപയോഗിച്ചിട്ട് ഞാനിതാ ചോറാക്കാൻ പോകുന്നു എന്നുള്ള സ്തുതി.
അഗ്നിയുടെ സഹായത്താലും ഇന്ദ്രന്റെ സഹായത്താലും. ഇതെല്ലാം സ്തുതി. അപ്പം സ്തുതിക്കാൻ പോകുമ്പോൾ അപ്പം ചെയ്യുന്ന വർക്കിനെ പറ്റിയുള്ള ശരിയായ ശാസ്ത്രതത്വം അറിഞ്ഞെങ്കിൽ മാത്രമേ സ്തുതിക്കാൻ പറ്റുള്ളൂ. അപ്പം സ്തുതിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് പ്രസ്തോതാവോട് ചോദിച്ചു, ഏത് ദേവനാണ് ഇവിടെ അനുഗതയായിരിക്കുന്നത്? ഇവിടെ ഏത് ദേവതയാണ് അനുഗതയായിരിക്കുന്നത്? അത് ജനറലായിട്ടുള്ള ദേവതയാണ്. നമ്മൾ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളമാണ് ദേവത. പൊതുവായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ദേവത ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ദേവത ആരാണ്? കാരണം ഇത് രാജാവ് നടത്തുന്ന യാഗമാണ്, അല്ല ചോറും കറി ഉണ്ടാക്കുന്ന പരിപാടിയല്ല. ഇപ്പം രാജാവ് എന്ന് പറഞ്ഞാൽ ആ ദേശത്തിന് ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു യജ്ഞമാണ്. അപ്പം ഏത് ദേവതയെ, പ്രധാന ദേവതയെ മുൻനിർത്തിയാണ് ചെയ്യുന്നത്. ഇവിടെ ഏത് ദേവതയാണ് ഉപാസിക്കാൻ പോകുന്നത്? ഏത് ദേവതയാണ് ഇവിടെ അനുഗതയായിരിക്കുന്നത്? ഇവിടെ ഏത് ദേവതയാണിപ്പോൾ എല്ലാത്തിൻ്റെയും പ്രാധാന്യത്തിലിരിക്കുന്ന ദേവത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു യാഗം നടത്തുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയാണ്. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് പറയാൻ പറ്റുമോ? ബ്രഹ്മെന്നേ പറയും. ബ്രഹ്മമില്ലാത്ത സ്ഥലമൊന്നുമില്ലല്ലോ. അത്തരത്തിൽ പക്ഷേ ബ്രഹ്മത്തെ പിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ബ്രഹ്മം നിർഗുണമാണ്. അപ്പം അതിനെ കയറി പിടിക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഏത് ദേവതയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ ഉപസ്ഥിതരായിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതറിയാതെ നിങ്ങൾ യജ്ഞം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ മൂർധാവ് തകർന്നു പോകും, നിലംപതിക്കും. അറിയാതെ യജ്ഞം നടത്തിയാൽ നിന്റെ മൂർധാവ് നിലംപതിക്കും. എന്തുകൊണ്ടാണ് മൂർധാവ് നിലംപതിക്കുന്നത്? മൂർധാവ് നിലംപതിക്കാൻ അയാളെ തല പൊട്ടി താഴ്ത്തി വരുന്നല്ല അർത്ഥം. അയാളെ തലയിൽ ഒരു ചുക്കുമില്ല. മണ്ടന്മാർ യജ്ഞം നടത്തി കഴിഞ്ഞാൽ അവൻ്റെ തലയിലൊന്നുമില്ല. അത് നിലംപതിക്കുന്ന പറഞ്ഞാൽ തലയിൽ ഒരു ചുക്കുമില്ല. പിന്നെ അവൻ യജ്ഞം നടത്തുന്ന അധ്യുരുക്കളാണെങ്കിൽ ഇപ്പം ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ആ യജ്ഞം നടത്തുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന ആക്കെന്ത് വേണം? തലയിൽ അത് ഉണ്ടാക്കേണ്ട നല്ല ജ്ഞാനം ഉണ്ടാവണം. അല്ലാതെ തലയിൽ ഒരു ചുക്കുമില്ലാതെ അവൻ ഉണ്ടാക്കിയാൽ അവന് തലയില്ല. അതാണ് മൂർധാവ് നിലത്ത് വധിക്കുന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചു, ഏതത് ദേവതയാണോ ഉദ്ഗീതത്തിൽ അനുഗതയായിരിക്കുന്നത്? ഉദ്ഗീതത്തിൽ അപ്പം പ്രധാനപ്പെട്ട ഒരു ദേവതയുണ്ട്. അതിൽ നിന്നാണ് ഉദ്ഗീതത്തിലൂടെ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. ആ ദേവത ഏതാണ്? പിന്നെ പ്രതിഹാരത്തിലെ ദേവത ഏതാണ്? അങ്ങനെ 3 ദേവതകളുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ അതിന് 3 ദേവതകൾ, പ്രധാനപ്പെട്ട 3 സംഗതികളുണ്ട്. അതുപോലെ ഏതൊരു യജ്ഞത്തിലും പ്രപഞ്ചത്തിലെ ഏത് സംഗതിക്കും ഒരു യജ്ഞത്തിലെ 3 പ്രധാനപ്പെട്ട ദേവതകളുണ്ട്. ഈ 3 ദേവതകൾ ആരാണ്? അതറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ തല മൂർധാവ് തല താഴെ പതിക്കും. ഇത് കേട്ടപ്പോൾ അവന്മാർക്ക് ഇതൊന്നും അറിയാതെ കൊണ്ട് പരിപാടി വെച്ച് മതിയാക്കി. ഇനി 11ാം ഖണ്ഡം. അപ്പോൾ ഉഷസ്ഥിനോട് ഇത് ചോദിച്ചു കേട്ടപ്പോൾ രാജാവ്, യജമാനനാടി ഇരിക്കുന്നുണ്ടല്ലോ രാജാവ് ചോദിച്ചു, അങ്ങ് ആരാണെന്ന് അറിയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചക്രന്റെ പുത്രനായ ഉഷസ്ഥിയാണ്. അപ്പോൾ യജമാനല്ലേ രാജാവ് പറഞ്ഞു, ഞാൻ ഋത്തിക്കുകളുടെ ഇടയിൽ, അതായത് ശാസ്ത്രന്മാരുടെ അല്ലെങ്കിൽ യജ്ഞം ചെയ്യാൻ ജ്ഞാനമുള്ള ആൾക്കാരുടെ ഇടയിൽ അങ്ങയെ വളരെയധികം അന്വേഷിച്ചിരുന്നു. പക്ഷെ അങ്ങയെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ബാക്കിയുള്ള വേറെയുള്ള ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത്. അങ്ങേരെ കിട്ടിയില്ല, അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, അങ്ങയെ കിട്ടിയില്ല. അതുകൊണ്ട് കിട്ടിയ ആളെ കൊണ്ട് പിന്നെ ഈ യാഗം നടത്തിക്കളയാമെന്ന് വെച്ചു.
പ്രധാന കുക്കിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വല്ലവരും കയറിയിട്ട് കുക്ക് ചെയ്യല്ലോ, പരിപാടി ചെയ്യാൻ പോയതാണ്. അതുകൊണ്ട് ഇനി ഈ യാഗം അങ്ങ് തന്നെ നടത്തണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ശരി നടക്കാം, പക്ഷെ ഇവർക്ക് കൊടുക്കാൻ പറ്റ പൈസ എനിക്ക് തരണം. എല്ലാം വെറുതെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുന്നതായിട്ട് ഇവിടെ ആശയം പറയാൻ വേണ്ടിയാണ് ഈ കഥ അടിച്ചു വിട്ടിരിക്കുന്നത്. ഈ 3 സംഗതി എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം അതിന് സമ്മതിച്ചപ്പോൾ പ്രസ്തോതാവ്, നേരത്തെ നേതൃത്വം വഹിക്കാനിരുന്ന കക്ഷി, അദ്ദേഹത്തോടാണല്ലോ പറഞ്ഞ ഈ 3 അറിയില്ലെങ്കിൽ നിന്റെ തല കൊട്ടിത്തെറിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അനുനയിപ്പിച്ചല്ല, വിനയത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഏതൊരു ദേവതയാണ് ഇവിടെ അനുഗതയായിരിക്കുന്നത്? ഇവിടെയുള്ള ദേവത, അതായത് ഒരു യജ്ഞം നടത്തുമ്പോൾ അവിടെ ഒരു ദേവതയുണ്ട്. ആ ദേവത, പ്രധാനപ്പെട്ട ആ ദേവത ഏതാണ്? അങ്ങ് പറഞ്ഞു, അതറിയാതെ യജ്ഞം നടത്തിക്കഴിഞ്ഞാൽ എൻ്റെ തല നിലത്ത് പതിക്കുന്നു. ആ ദേവത ഏതാണ്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പ്രാണൻ. കാരണം ഭൂതങ്ങളെല്ലാം പ്രാണനെ തന്നെ ആശ്രയിച്ചു കഴിയുന്നു, പ്രാണനിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ അതിൻ്റെ പിന്നിലൊരു പ്രാണൻ എന്നൊരു പ്രേരക ശക്തിയുണ്ട്. നമ്മളാവുന്നത് പ്രാണൻ്റെ ഉള്ളത് കൊണ്ടാണ്. അതുമാതിരി പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിലും പ്രപഞ്ചം ഇങ്ങനെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട്, അതാണ് പ്രാണൻ. ആ പ്രാണനിലാണ് പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രാണനെ പറ്റി നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഉദ്ഗീതത്തിൽ പണ്ട് പറഞ്ഞതാണ്. ഒന്നാമത് വരുന്നത് പ്രാണനാണ്, അതാണ് പുരുഷൻ. അതിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കുള്ള എല്ലാ പ്രേരക ശക്തികളും എല്ലാം ആസൂത്രണം ചെയ്തു വരുന്നത്. പ്രാണൻ പോയാൽ എല്ലാം പോയി. അപ്പം നമ്മളെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രാണനാണ് പ്രധാനം. പ്രാണനില്ലെങ്കിൽ പിന്നെ നമ്മളെന്താണ്? കല്ലും മണ്ണും മാതിരിയുള്ളൊരു സാധനം, അത്രയുമില്ല. അത് നിലനിൽക്കുകയെങ്കിൽ ചെയ്യും. നമ്മളെ ശരീരാങ്ക് ദവിച്ച് ഒരുമാതിരി അങ്ങനെയായിപ്പോവും, അഴുകിപ്പോവും. അപ്പം പ്രാണനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. ഒന്നാമത്തത് അതറിയണം, പ്രാണനാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലെ യജ്ഞങ്ങളിൽ പ്രാണനാണ് പ്രധാനം. പിന്നെ അദ്ദേഹം ചോദിച്ചു, അങ്ങ് പറഞ്ഞല്ലോ ഏത് ദേവതയാണ് ഉദ്ഗീതത്തിൽ ആഗതയായിരിക്കുന്നത്? ഉദ്ഗീതം എന്ന് പറയുന്നത് അതിൻ്റെ ശേഷം വരുന്ന പ്രാണനിൽ നിന്ന് പിന്നെ വരുന്ന എന്താണ്? പ്രാണനാണ് പ്രേരക ശക്തി. അത് കഴിഞ്ഞിട്ട് ഉദ്ഗീതം എന്നാണ് ഓങ്കാരത്തിലൂടെ ദ്രവ്യമായി മാറുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഏതാണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മം പ്രാണനിലൂടെ ഏതിലൂടെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നത്? അദ്ദേഹം പറയുന്നു അത് ആദിത്യനാണ്. കാരണം ബ്രഹ്മം ആക്ട് ചെയ്യുന്ന സൂര്യനിലൂടെയാണ്. അപ്പം സൂര്യനും പ്രാണൻ കൊടുത്തിട്ടുണ്ട്. ആ സൂര്യനിലൂടെയാണ് പ്രാണൻ ആക്ട് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ ഉദ്ഗീതത്തിലുള്ളത് സൂര്യനാണ്. അപ്പം ആ സൂര്യനെ ഉപാസിക്കണം. നമ്മളെ എല്ലാ യജ്ഞങ്ങളും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനു മുമ്പിൽ പ്രാണൻ, നമുക്ക് പ്രാണൻ കിട്ടിയാലല്ലേ നമ്മളെ കർമ്മങ്ങൾ വരുള്ളൂ. അപ്പം സൂര്യനാണ്. കാരണം എല്ലാ ഭൂതങ്ങളും ആദിത്യനെ ഗാനം ചെയ്യുന്നു. ഗാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഗാനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വങ്ങൾ, സാമവേദങ്ങൾ, ഋഗ്വേദങ്ങൾ, ഗാനങ്ങൾ, അതെല്ലാം എന്താണ്? സയൻസ്. ആ സയൻസ് എല്ലാം ഏതിൽ നിന്നാണ്? ആ സൂര്യൻ്റെ സൗരയൂഥ സിസ്റ്റത്തിലൂടെയാണ് കാലചക്രം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അതിനെ ഗാനം ചെയ്യുന്നു. അതിനെ ഉപാസിച്ചിട്ടില്ലെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് പറയണം. അത് മനസ്സിലാക്കണം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം സൂര്യനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആ സംഗതി മനസ്സിലാക്കണം. കാലമാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം കാലത്തിന് വേണ്ടിയായിക്കൊണ്ട് ചെയ്യണം. നമുക്ക് പ്രാണൻ തന്നിട്ടുണ്ട്, എന്നിട്ട് സൂര്യനാണ് നമ്മളെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്.
ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഏത് കർമ്മം ചെയ്യാൻ. സൂര്യനാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്, സൂര്യനാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. ഈ സത്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു, പിന്നെ പറഞ്ഞുവല്ലോ, പ്രതിഹാരത്തിൽ ഏത് ദേവനാണുള്ളത് അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് പറഞ്ഞില്ല. ആ ദേവത ആരാണെന്ന് ചോദിച്ചാലും പറഞ്ഞു അത് അന്നമാണ്. അപ്പം സൂര്യൻ അന്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു, ബോഡി തരുന്നു, കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ കൊടുക്കുന്നു. പിന്നെ അന്നമാണ്. അതാണ് നേരത്തെ അന്നത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. അന്നമുണ്ടെങ്കിലല്ലേ ഇതിനെല്ലാം പ്രാധാന്യം. പ്രാണൻ വെക്കണ്ടിക്ക് തന്നെ അന്നം കൊണ്ട് ഈ ശരീരം ഉണ്ടാക്കണ്ടേ, അപ്പോഴല്ലേ പ്രാണൻ വെക്കാനും പറ്റുള്ളൂ, സൂര്യൻ അതിനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അത് അന്നമാണ്. കാരണം ഈ ഭൂതങ്ങളെല്ലാം അന്നത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അപ്പം ഈ 3 സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കണ്ടെങ്കിൽ പ്രാണൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രാണൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നത്. ആ കർമ്മത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് സൂര്യനാണ്. നീ പോയിട്ട് ഇന്ന സമയം ഇന്നെല്ലാം ഉണ്ടാക്കുക. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന വസ്തുക്കളാണ് അരിയും വെള്ളയിലാണ് അന്നം. അന്നമെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്.